ഇല്ല, ഞാൻ നോന്നും പറഞ്ഞിട്ടില്ല, എസ്സും പറഞ്ഞിട്ടില്ല. അവരെന്നോട് സംസാരിച്ചു, വളരെ അനുഭവപൂർവ്വമായി സംസാരിച്ചത്, വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടാണ് എന്നോട് സംസാരിച്ചത്, എന്നെ അംഗീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഞാൻ അവരോട് നോന്നും പറഞ്ഞിട്ടില്ല, എസ്സും പറഞ്ഞിട്ടില്ല. ഞാൻ ആലോചിക്കണം. എനിക്കിത് അല്ല, ഇതൊരു തീരുമാനം എടുക്കുന്നത് ചെറിയൊരു ദോശ ചുട്ടെടുക്കുന്നത് പോലെ തീരുമാനങ്ങളല്ലല്ലോ. ആളുകളുടെ വ്യക്തിത്വത്തെയും അതുപോലത്തെ നയത്തെയും ഒക്കെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് വളരെ വേണ്ടപ്പെട്ട, എന്നെ സ്നേഹിക്കുന്ന, പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തുമുള്ള ആളുകളായിട്ട് വളരെ ആഴത്തിൽ ആലോചിക്കാനുണ്ട്. അല്ല, അങ്ങനെ ചോദിച്ചാൽ എനിക്ക് വ്യക്തതയില്ല. എന്തായാലും അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരം കാര്യങ്ങൾ. അവർ കുറേ കാര്യങ്ങൾ എന്നോട് സൂചിപ്പിച്ചിരുന്നു. ഇത് മാത്രമല്ല, നിങ്ങൾ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വിഷയം മാത്രമല്ല, പല കാര്യങ്ങളും അവരോട് ഞാൻ സംസാരിച്ചു, അവരെന്നോട് സംസാരിച്ചു. അതിനൊക്കെ ഞാനൊരു ആലോചിച്ച് പറയാനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഹൈപ്പോത്തിക്കലാണല്ലോ അത്. ആവുകയാണെങ്കിൽ എന്നുള്ളതല്ലേ, നമുക്ക് ആലോചിക്കാം. ഞാനിപ്പോൾ എന്തായാലും ഒരു തീരുമാനം അറിയിച്ചിട്ടില്ല. അറിയിക്കാൻ ഇന്ന് ഞാൻ തയ്യാറല്ല. എന്തായാലും എനിക്ക് കുറച്ച് ആലോചിക്കാനുണ്ട്. അതായത് മെമ്പർഷിപ്പിന് വേണ്ടി കാത്തിരുന്ന് മടുത്തു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ആലോചനയിലേക്ക് മുതിരുന്നത്. അല്ല, മെമ്പർഷിപ്പ് എന്നുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എന്താ വെച്ചാൽ, അംഗത്വം ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് അംഗത്വം ഇല്ലെങ്കിലും പ്രവർത്തിക്കാം, അനുഭാവിയായി പ്രവർത്തിക്കുന്ന ഒരു കുഴപ്പമില്ല. പക്ഷെ എന്നെ പുറത്താക്കിയത് എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. എൻ്റേതല്ലാത്ത കാരണം കൊണ്ട് എന്നെ പുറത്താക്കിയതാണ്. അതെനിക്ക് നല്ല വിശ്വാസം ഉണ്ട് അക്കാര്യത്തിൽ. ഞാൻ എന്താണ് ഇനി തിരുത്തേണ്ടത്? ഈ 12 വർഷം ഞാൻ എന്താണ് തിരുത്തേണ്ടത്? എൻ്റെ ഭാഗത്ത് നിങ്ങൾക്കറിയാം, പാലക്കാട് ജില്ലയിൽ തന്നെ പാർട്ടിയെ സംസ്ഥാന സെക്രട്ടറിയെ പൊതുയോഗത്തിൽ വെച്ചിട്ട് പറയാൻ പാടില്ലാത്ത വാചകങ്ങൾ പറഞ്ഞു. ഞാൻ ഈ വാക്ക് പറയുന്നില്ല. അവരൊക്കെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലാണ്. പാർട്ടിക്കെതിരെ വിമത കൺവെൻഷൻ നടത്തി, പഞ്ചായത്തുകൾ തോറും വിമത കൺവെൻഷൻ നടത്തി അവർ ജില്ലാ കമ്മിറ്റിയിലുണ്ട്. ഈ കഴിഞ്ഞ 7-8 മാസം മുമ്പ്, ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് 1 കൊല്ലം മുമ്പ്, പാർട്ടി ജില്ലാ സെക്രട്ടറി വർഗീയവാദി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് പുറത്തുപോയ ആൾ ഏരിയ കമ്മിറ്റിയിലുണ്ട്. ഇത് പാലക്കാട് ജില്ലയിൽ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തതായിട്ട് നിങ്ങളുടെ അറിവിലുണ്ടോ? ഇപ്പോൾ ഈ കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ അവർ ചർച്ച നടത്തിയെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നതിന് ശേഷമുള്ള പാർട്ടിയുടെ നിലപാടുകൾ, പാർട്ടി നേതാക്കളാരും എന്നെ ബന്ധപ്പെട്ടിട്ടില്ല, വിളിച്ചിട്ടില്ല. അനുഭാവികളായിട്ടുള്ള ഒരുപാട് ആളുകൾ, എന്നെ അറിയുന്ന ആളുകൾ പല സ്ഥലത്തുനിന്നും വിളിച്ചിട്ടുണ്ട്. വിളിച്ച 70-80% ആളുകളും പോസിറ്റീവായിട്ട് എന്നോട് പ്രതികരിച്ചത്. ബാക്കി ചില ആളുകൾ ആശങ്ക പ്രകടിപ്പിച്ചു. അവരോടൊക്കെ ഞാൻ പറഞ്ഞു, സഖാക്കളെ, തീരുമാനം ഞാൻ എടുത്തിട്ടില്ല, ഞാൻ എടുക്കുമ്പോൾ അറിയിക്കാമെന്ന് മാത്രം മറുപടി ഞാൻ പറഞ്ഞത്. ഇനി വീണ്ടും കേൾക്കാൻ തയ്യാറാണെന്ന് മുതിർന്ന CPM നേതാവ് VS അച്യുതാനന്ദൻ്റെ PA ആയിരുന്ന A സുരേഷ് കുമാർ പാർട്ടിയിൽ നിന്ന് വിട്ട് നിൽക്കുകയാണ്. പാർട്ടി പുറത്താക്കിയതാണ്. തിരിച്ചൊരു നടപടി ഉണ്ടായിട്ടില്ല ഇതുവരെ. ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണം.